ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ചില കഥകൾ പറയാനിരിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ആവേശം ഉണ്ടാവുള്ളൂ. അതുപോലൊരു ആവേശം ഇന്ന് എനിക്കുണ്ട്. കാരണം ഈ സിനിമയിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. നല്ല കിടിലൻ ജയിൽ ചാട്ടം, അതുപോലെ നിധിവേട്ട, അതിനേക്കാൾ ഉപരിയായിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രതികാരം, കിട്ടിയതിന് കണക്ക് തീർത്തങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് പ്രണയങ്ങൾ, നഷ്ടപ്രണയങ്ങൾ, ചതി, വഞ്ചന, അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ സിനിമയിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ സിനിമ. കഥയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് യാതൊരു സൂചനയും നൽകാൻ പോകുന്നില്ല. അതിന്റെ ആസ്വാദനത്തെ ചിലപ്പോൾ അത് ബാധിച്ചേക്കാം. എന്തായാലും എന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഈ ഒരു മൂവി വന്നു കഴിഞ്ഞു കേട്ടോ. ഭയങ്കര രസം എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെയൊക്കെ തള്ളി മറിച്ച് പറയുകയാണെങ്കിൽ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടുണ്ട്. അതുപോലെ സിനിമയുടെ ലെങ്ത് ഒരു ഇച്ചിരി ഞാൻ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയണല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഈ കഥ കേട്ടു തുടങ്ങിക്കോ. ഗംഭീര വിഷ്വൽസുമായിട്ട് അടിപൊളിയായിട്ട് കണ്ടിരിക്കാം. അപ്പൊ നേരെ കഥയിലേക്ക് പോവല്ലേ. കഥയുടെ ഈ മായ ലോകത്തിലേക്ക് 1805 മുതൽ 1815 വരെ ഫ്രാൻസിനെ അടക്കി വാണ ഒരു പ്രഭു ഉണ്ടായിരുന്നു, നെപ്പോളിയൻ. എന്നാൽ 3 അയൽ രാജ്യങ്ങൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ആക്രമിച്ച് അധികാരത്തിൽ നിന്ന് നെപ്പോളിയനെ താഴെയിറക്കി. പിന്നീട് 1815 എൽബ എന്നൊരു ദ്വീപിലേക്ക് നെപ്പോളിയൻ നാടുകടത്തപ്പെട്ടു. എന്നാൽ നെപ്പോളിയനിൽ വിശ്വാസമുള്ള, അദ്ദേഹം തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അതിനുവേണ്ടി പോരാടും, വാദിക്കും. അതുകൊണ്ട് തന്നെ അപ്പോഴത്തെ അധികാരവർഗത്തിന് ഇങ്ങനെയുള്ള ആൾക്കാരോട് വെറുപ്പായിരുന്നു. അവർക്ക് കഠിനമായ ശിക്ഷ കൊടുക്കും, ജയിലിൽ അടക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയൊരു സന്ദർഭമാണ് ഇപ്പൊ ഫ്രാൻസിലുള്ളത്. ഈ സമയത്ത് കോഷ്യ എന്നൊരു ദ്വീപുണ്ട്. ആ ദ്വീപിനരികിലായിട്ട് ഒരു വലിയ കപ്പൽ കത്തി കടലിനോട് അമർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ കപ്പലിൽ നിന്നും രക്ഷപ്പെട്ട ഒരേയൊരു പെൺകുട്ടി ജീവന് വേണ്ടി ആ തിരമാലകൾക്കിടയിൽ കിടന്ന് പെട്ടയായിരുന്നു. അപ്പോഴാണ് അതിലൂടെ ഒരു കപ്പൽ പോകുന്നത്. അതിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, എഡ്മോണ്ട്. ഒന്നും നോക്കിയില്ല, ചാടി ഇറങ്ങുകയാണ് കടലിലേക്ക്. എന്നിട്ട് അങ്ങോട്ടേക്ക് നീന്തി ചെന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ഈ കപ്പലിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും ആ ഒരു പെൺകുട്ടിയുടെ ബോധം തന്നെ നഷ്ടമായി. എന്നാൽ ഈ ഒരു കാര്യം കപ്പലിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഡഗ്ലസിന് ഒട്ടും ഇഷ്ടമായില്ല. കാരണം ക്യാപ്റ്റൻ ഡഗ്ലസ് ഇയാൾ പറയുന്നതും കേൾക്കാതെയാണ് എഡ്മണ്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയതും ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തതും. അതുകൊണ്ടാണ് ഈ ഒരു ഡഗ്ലസ് നമ്മുടെ എഡ്മോണ്ടിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അബോധാവസ്ഥയിൽ കിടക്കുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ കയ്യിൽ ഇറുക്കി പിടിച്ച അവസ്ഥയിൽ ഒരു കത്തും ഉണ്ടായിരുന്നു. അതിപ്പോ ഈ ഒരു ഡഗ്ലസ് മേടിക്കുകയാണ്. പിന്നീട് അത് തുറന്ന് വായിച്ചു നോക്കുമ്പോൾ നെപ്പോളിയൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആൾക്കാർക്ക് വേണ്ടി എഴുതിയ ഒരു കത്തായിരുന്നു അത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഈ കത്തിനെ കുറിച്ച് ബോധം വന്ന ആ ഒരു പെൺകുട്ടി വന്ന് ക്യാപ്റ്റനോട് ചോദിക്കുകയാണ്. എന്നാൽ അത് തരാൻ എനിക്ക് സൗകര്യമില്ല, എന്നാൽ അതിനെക്കുറിച്ചുള്ള വിവരം ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി പോവുകയാണ്. പോകുന്നതിന് മുന്നേ ആ വെള്ളത്തിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തിയ ആളുണ്ടല്ലോ, നമ്മുടെ കഥാനായകനായിട്ടുള്ള എഡ്മോണ്ട് ചെറിയ പയ്യനാണ്. അപ്പൊ അവനോട് നന്ദി പറഞ്ഞിട്ടാ പോകുന്നത്. പിന്നീട് അവരുടെ പേരെന്താണ് ചോദിച്ചപ്പോ ആ പെൺകുട്ടി പറഞ്ഞു ആഞ്ചലീന. എന്തായാലും ഈ ഒരു തീരത്തേക്ക് വന്നപാട് തന്നെ ക്യാപ്റ്റൻ ഡഗ്ലസ് എഡ്മോണ്ടിനെയും കൂട്ടി നേരെ കപ്പൽ മുതലാളിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യം പറയാണ്. എന്റെ സമ്മതമില്ലാതെ കത്തി ആളുന്ന ഒരു കപ്പലിനരികിലേക്ക് ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ഇവൻ പോയി. നമ്മുടെ കപ്പലിന് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ? എന്നെ അനുസരിക്കാത്ത ഇവൻ ഇനി കപ്പലിൽ വേണ്ടെന്ന് പറയാണ്. എന്നാൽ ഇത് കേട്ട ആ ഒരു മുതലാളി, ഇയാൾ എന്താ പറഞ്ഞെന്നറിയോ? ക്യാപ്റ്റൻ ഡഗ്ലസേ, നീ ഇനി മുതൽ എന്റെ കപ്പലിൽ വേണ്ടെന്ന്. അത്ഭുതപ്പെട്ടു പോയ ഡഗ്ലസ് അതെന്താന്ന് ചോദിച്ചപ്പോ, എടാ കപ്പല് പോയാൽ അത് പോയി എന്ന് വെക്കാം, പക്ഷെ ആ ഒരു പെൺകുട്ടി അവിടെ കിടന്ന് മരിക്കുന്ന സമയത്ത് അത് നോക്കി നിന്ന ക്യാപ്റ്റനായ നിന്നെ ഞാനിപ്പോ എന്താ പറയണ്ടേ? എന്തായാലും നീ എന്റെ കീഴിൽ ഇനി ജോലിക്ക് വേണ്ട, പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റനെ പുറത്താക്കുകയാണ്. മാത്രമല്ല നമ്മുടെ എഡ്മണ്ട് ഉണ്ടല്ലോ, അവൻ ആ ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. അങ്ങനെ ഈ കാര്യം പറയാനായിട്ട് എഡ്മണ്ട് നേരെ പോകുന്നത് അവന്റെ നാട്ടിലേക്കാണ്. അവിടെ തന്നെ അവനിക്കൊരു പ്രണയിനിയുണ്ട്, മെർസീഡിയസ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ ഒരു ധനികന്റെ മകളാണ് ഈ മെർസീഡിയസ്. ആ മെർസീഡിയസിന്റെ വീട്ടിലെ ജോലിക്കാരന്റെ മകനാണ് നമ്മുടെ എഡ്മോണ്ട്. പക്ഷേ ഒരു ജോലിക്കാരനായിട്ടില്ല എഡ്മണ്ടിനെ മെർസീഡിയസ് കാണുന്നത്. അത്രക്കും ഇഷ്ടമാണ് അവൾക്ക്. പിന്നീട് എഡ്മണ്ട് വേഗം പോയിട്ട് ക്യാപ്റ്റനായ കാര്യം അവന്റെ അച്ഛനോട് പറയുന്നുണ്ട്. അച്ഛന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മാത്രമല്ല ഈ ജോലിക്ക് വേണ്ടിയിട്ട് അവനെ പഠിപ്പിച്ചതും അതിനുള്ള ചെലവും കാര്യങ്ങളൊക്കെ നോക്കിയത് ഈ വലിയ വീട്ടുകാരാണ്. അതുകൊണ്ട് ആ കാര്യം അവരോട് കൂടെ പോയിട്ട് പറയാനായിട്ട് എഡ്മണ്ടിന്റെ അച്ഛൻ അവനോട് പറയാണ്. ഈ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ കാര്യം എഡ്മണ്ട് എല്ലാവരോടും പറയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. അതുപോലെ തന്നെ മെർസീഡിയസ് അവളും അവിടെ ഉണ്ടായിരുന്നു. ഒന്നും അറിയാത്തതുപോലെ അവളും അവിടെ ഇരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ മെർസീഡിയസിന്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, ഫെർണാഡ്. ഈ ഫെർണാഡ് എന്ന് പറഞ്ഞാൽ എഡ്മണ്ടിന്റെ ഉറ്റ ചങ്ങാതിയാണ് കേട്ടോ. അവനും നന്നായിട്ട് വിഷയമാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവര് 3 പേരും, അതായത് എഡ്മണ്ട്, ഈ ഫെർണാഡ്, അതുപോലെ തന്നെ നമ്മുടെ മെർസീഡിയസ്, 3 പേരും ബീച്ചിലേക്ക് ഒന്ന് നീന്തി കുളിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവരുടെ ആ ഒരു ഉല്ലാസവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് എഡ്മണ്ട് തനിക്കൊരു പ്രണയിനി ഉണ്ട് എന്ന് ഫെർണാഡിനോട് പറയണം. അപ്പൊ ഫെർണാഡ് ചോദിക്കുകയാണ്, ആരുമോളാടാ, അലക്കുകാരിയോ അല്ലെങ്കിൽ പാചകക്കാരിയോ? ഇത് കേട്ടപ്പോ അവരൊന്നുമല്ല, നമ്മുടെ മെർസീഡിയസ് ആണെന്ന് പറയണം. ഇത് കേട്ടപ്പോ ഫെർണാഡ് ഒന്ന് ഞെട്ടുന്നുണ്ട്. അല്ലെ ഈ കാര്യം അവളുടെ അച്ഛനും അമ്മയും സമ്മതിക്കുമെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ മെർസീഡിയസ് അവിടെ ഉണ്ടല്ലോ, അതൊന്നും കുഴപ്പമില്ല, അവര് സമ്മതിച്ചോളെന്ന് പറയണം. എന്നാൽ വിചാരിച്ചതുപോലെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കേട്ടോ. മെർസീഡിയസിന്റെ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കുകയാണ്. അധികം വൈകാതെ അവരുടെ വിവാഹം അതിപ്പം നടക്കാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് ഇവർ നേരെ ചർച്ചിലേക്ക് വരികയാണ്. ഇതേ നേരം തന്നെ എഡ്മണ്ട് കാരണം ജോലി നഷ്ടപ്പെട്ട ആ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ക്യാപ്റ്റൻ ഡഗ്ലസ്, ഒരു വല്ലാത്ത ദേഷ്യത്തില് അവൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ തന്നെ ഒരു കൂട്ടം പോലീസുകാർ വന്നിട്ട് എഡ്മണ്ടിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ആർക്കൊന്നും മനസ്സിലാവുന്നില്ല, അവനോടിട്ട് പറയുന്നുമില്ല. അങ്ങനെ പോലീസുകാർ അധികാരിയുടെ അടുത്തേക്ക് നേരെ ഇപ്പൊ എഡ്മണ്ടിനെ കൊണ്ടുപോകുന്ന സമയത്ത് നെപ്പോളിയനെ സഹായിക്കാനായിട്ട് ഒരുങ്ങിയ ആൾക്കാരുണ്ടല്ലോ,
അവരെല്ലാവരെയും പബ്ലിക്കായിട്ട് തൂക്കിക്കൊന്നിരിക്കുകയാണ്. ഇതിനുശേഷം അധികാരിയുടെ മുന്നിൽ എഡ്മണ്ടിനെ ഹാജരാക്കുകയാണ്. ആ അധികാരിയുടെ പേര് ഓഫീസർ ജെറാഡ് എന്നാണ്. അപ്പൊ ജെറാഡ് ചോദിക്കുകയാണ്, നിന്റെ ഡയറി ഇല്ലേ, അത് എവിടെ പോയി? അത് മിസ്സായി എന്നുള്ള കാര്യം എഡ്മണ്ട് പറയാണ്. ആ ഡയറിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇവർക്കൊരു കാര്യം കിട്ടി, അതായത് നെപ്പോളിയൻ എഴുതിയ ഒരു കത്ത്. ഇത് വലിയൊരു കുറ്റാണ് ആ ഒരു സമയത്ത്. എന്നാൽ ഇത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ഇത് ആരും എന്നെ ചതിച്ചതാണെന്ന് പല തവണ എഡ്മണ്ട് ഈ ഓഫീസറോട് പറയുന്നുണ്ട്. ആ സമയത്ത് ഓഫീസർ ചോദിക്കുകയാണ്, അല്ല ശരിക്കും അന്ന് രാത്രിയിൽ എന്താ സംഭവിച്ചത്? എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ കേട്ടു. പിന്നീട് എല്ലാ കാര്യവും എഡ്മണ്ട് പറയാണ്. അതുപോലെ വെള്ളത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു ഏഞ്ചല എന്ന പെൺകുട്ടി, അവളുടേതായിരിക്കും ആ ഒരു കത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഓഫീസർ പറയണ, ഒരു കാര്യം ചെയ്യ്, നീ പുറത്തു പോയിട്ടിരിക്കെ, ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. പിന്നീട് സാക്ഷി പറയാനായിട്ട് അങ്ങോട്ടേക്ക് ക്യാപ്റ്റൻ ഡഗ്ലസും അതുപോലെ തന്നെ അയാളുടെ സഹായം വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നെപ്പോളിയന്റെ ആ ഒരു കത്ത് ആരായിരിക്കും വെച്ചിട്ടുണ്ടാവുക? ക്യാപ്റ്റൻ ഡഗ്ലസ് തന്നെ. അങ്ങനെ അവരുടെ ആ ഒരു സാക്ഷി എടുത്തു കഴിഞ്ഞു. ഇതിനുശേഷം ഈ ഓഫീസർ ജെറാഡ് ഉണ്ടല്ലോ, ഇയാളുടെ അടുത്തേക്ക് എഡ്മണ്ടിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഫെർണാഡ് വരികയാണ്. ഫെർണാഡ് വന്ന പാടിനെ പറയുന്നുണ്ട്, ഇതെന്തോ ചതി നടന്നതാണ്, അവൻ അങ്ങനെയൊന്നും ചെയ്യാൻ ഒരു സാധ്യതയില്ല. ജെറാഡും പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്, വേണമെങ്കിൽ നിനക്ക് കൂട്ടിക്കൊണ്ടുപോകാം, പക്ഷേ ഇനി എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ അതിന് മറുപടി നീ തന്നെ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഫെർണാഡിന്റെ ആ മൈൻഡ് മാറുകയാണ്. അവൻ പറയാണ്, വേണ്ട, എന്റെ കൂടെ വിടവും വേണ്ട, അവനെ വെറുതെ വിടവും വേണ്ട, അവനുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കണം. കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഫെർണാഡ് ഒറ്റ ചങ്ങാതിയാണെങ്കിലും ഇവരുടെ വലിയ പൈസക്കാരുടെ കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്നും അവന്റെ കസിൻ സിസ്റ്റർ ആയിട്ടുള്ള മെർസിഡീസിനെ ഈ എഡ്മണ്ട് വിവാഹം കഴിക്കുന്നത് ഫെർണാഡിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇത്രയും ദിവസമായിട്ട് ആ ഒരു കാര്യമൊന്നും പുറത്ത് കാണിച്ചില്ല കേട്ടോ. ഒരു ചെന്നായുടെ മനസ്സുമായിട്ട് അവൻ അങ്ങനെ നടക്കുകയായിരുന്നു. ഒരു വേലക്കാരൻ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും വിവാഹം കഴിച്ചാൽ കുടുംബത്തിന് എത്രത്തോളം ചീത്തപ്പേര് വരുമെന്ന് ഊഹിക്കാനല്ലേ ഉള്ളൂ. ഫെർണാഡ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവന്റെ കൂടെ തന്നെ ഈ ഓഫീസർ ജെറാഡ് നിൽക്കുകയാണ്. അതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇതേ നേരം തന്നെ പുറത്തിരിക്കുന്ന എഡ്മണ്ട് ഈ കാര്യമൊന്നും അവൻ അറിയുന്നില്ല. ഈ നേരം അവന്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. ആ ആള് വന്ന സമയത്ത് തന്നെ, എന്നെ വിട്ടല്ലേ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു കോട്ടിട്ട് പോവാൻ നിൽക്കുമ്പോൾ ഇപ്പൊ വന്ന ഈ ആളുണ്ടല്ലോ, കയ്യിലുണ്ടായിരുന്ന ഒരു തടി കഷ്ണം അത് വെച്ച് അവന്റെ ഈ ചെവിക്കലിനിട്ട് ഒരേറ്റ അടിയാണ്. ആ അടിയിൽ എഡ്മണ്ട് വീണുപോയി. അങ്ങനെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഫെർണാഡ് നേരെ മെർസിഡീസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവളോട് ഇപ്പോൾ ഫെർണാഡ് നുണ പറയുന്നുണ്ട്, അതായത് നെപ്പോളിയനെ സഹായിച്ചതിന്റെ പേരിൽ എഡ്മണ്ടിനെ തൂക്കിക്കൊന്നു എന്ന്. ഇത് കേട്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ മെർസിഡീസ് അങ്ങോട്ടേക്ക് ഓടി പോകാൻ നോക്കുന്നുണ്ടെങ്കിലും ഫെർണാഡ് അതിന് സമ്മതിച്ചില്ല. അവളെ പിടിച്ചു വെക്കുകയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രിയായി. ഫെർണാഡിനെ സഹായിച്ച ആ ഓഫീസർ ഉണ്ടല്ലോ, ഓഫീസർ ജെറാഡ്, ഇയാളിപ്പോ ഇയാളുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ തന്നെ ഒരു സ്ത്രീ ഉണ്ട്. ഭാര്യയാണോ എന്ന് അറിയില്ല, എന്തായാലും അവര് ഗർഭിണിയാണ്. അവരുടെ പേര് വിക്ടോറിയ എന്നാണ്. വന്ന് കയറിയ പാട് തന്നെ ജെറാഡ് നോക്കുമ്പോൾ വിക്ടോറിയയുടെ മുഖത്ത് ഒരു ചെറിയ പരിഭ്രമം. എന്താ കാര്യം ചോദിച്ചപ്പോൾ ഈ ജെറാഡിന്റെ സഹോദരിയായിട്ടുള്ള ആഞ്ചലീന അവൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നെപ്പോളിയന്റെ സഹായിയായിട്ടുള്ള അന്ന് എഡ്മണ്ട് കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അതേ പെൺകുട്ടി തന്നെ. ഈ ഏഞ്ചലീനയുടെ ചേട്ടനാണ് ഓഫീസർ ജെറാഡ്. നിരപരാധിയായ ഈ എഡ്മണ്ട് ഉണ്ടല്ലോ, അവനെ കുടുക്കിയ കാര്യം ഏഞ്ചൽ അറിഞ്ഞിട്ടുണ്ട്. ആ കാര്യം ചേട്ടനായിട്ടുള്ള ജെറാഡിനോട് ചോദിച്ചപ്പോൾ ജെറാഡ് പറഞ്ഞത്, അവനെ കുടുക്കിയില്ലെങ്കിൽ നീ പെട്ടുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന്. ഇത് കേട്ടപ്പോൾ ഏഞ്ചൽ പറയാൻ, ഓ എന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ അല്ലേ, നിങ്ങൾ എന്തിനാ ഇത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ പേര് അതിന് മങ്ങലേക്കും എന്ന് കരുതിയിട്ട് മാത്രമല്ലേ നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയത്. പക്ഷെ ഒരു നിരപരാധിയെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, എല്ലാം തുറന്നു പറയാൻ ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഏഞ്ചലിന്റെ കഴുത്തിൽ കയറിയിട്ട് ജെറാഡ് പിടിക്കുകയാണ്. സ്വന്തം സഹോദരിയാണ് എന്ന് പോലും നോക്കാതെ അവളെ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഈ സംഭവത്തിന് ശേഷം ഇപ്പൊ 4 വർഷമായിട്ടുണ്ട്. കടലിന് നടുവിൽ ഒരു ദ്വീപ് കണ്ടോ, ആ ദ്വീപ് അതൊരു ജയിലാണ്. പിന്നീട് ആ ഒരു ജയിലിന്റെ ഉൾഭാഗം കാണിക്കുന്നുണ്ട്. കിണർ പോലെ പല കുഴികളും ഈ ജയിലുണ്ട്. ആ കുഴികളിൽ ഓരോന്നിലും ഓരോ ജയിൽ പുള്ളികളുണ്ട്. അതിന്റെ മുകൾ ഭാഗം ഇരുമ്പ് വെച്ച് അടച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയമാകുമ്പോൾ വാർഡൻ അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ആ ഒരു ഗ്രില്ല് തട്ടും, ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഭക്ഷണം താഴെ കിട്ടുകൊടുക്കും. എത്ര കാലം ഈ ജയിൽ പുള്ളികൾ ഇവിടെ കിടക്കുന്നോ അവരിട്ടിരിക്കുന്ന ആ ഒരു വസ്ത്രം അതുപോലും മാറ്റാൻ കഴിയാതെ കാലാകാലം അതിന്റെ ഉള്ളിൽ തന്നെ അവർ കഴിയണം. ഈ ജയിലിലാണ് നമ്മുടെ സുന്ദരനായിട്ടുള്ള എഡ്മണ്ട് അവനെ കൊണ്ടിട്ടിരിക്കുന്നത്. എന്തൊരു ഭംഗിയായിരുന്നു അവനെ കാണാൻ. എന്നാൽ ഇപ്പൊ അവന്റെ ആ ഒരു രൂപം നോക്കി, ഏകാന്തത, അതിന് പുറമെ തന്നെ ഭക്ഷണവും ഇല്ല, ആരുമില്ല, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. കുറെ പേർക്കൊക്കെ ഭ്രാന്തായി പോകും. എന്നാൽ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് എഡ്മണ്ട് പിടിച്ചു നിന്നു. അവനൊരു കുഴപ്പം ഇപ്പൊ നിലവിലില്ല. അങ്ങനെ ഒരു ദിവസം എഡ്മണ്ട് നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ആ ഒരു കിണറിന്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരോ കല്ല് കുത്തി പൊളിക്കുന്നതിന്റെ ശബ്ദം. പെട്ടെന്ന് അവിടെ ഒരു വിടവ് ഉണ്ടാവുന്നുണ്ട്. ആ വിടവിലൂടെ നോക്കിയ സമയത്ത് അവനൊരു കണ്ണ് കാണുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് ഒന്ന് പേടിച്ചു പോയി. നോക്കുമ്പോ എന്താ, ഇതുപോലെ തൊട്ടപ്പുറത്ത് ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിലൂടെ ചെറിയൊരു തുരങ്കം ഉണ്ടാക്കി ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. പിന്നീട് ആ ഒരു കല്ലുകളൊക്കെ മാറ്റിയിട്ട് ആ തുരങ്കത്തിലൂടെ ഇയാളുടെ ആ ഒരു കിണറിലേക്ക് നമ്മുടെ എഡ്മണ്ട് പോകുന്നുണ്ട്. 4 വർഷത്തിന് ശേഷമാണ് ഒരു മനുഷ്യജീവിയെ നേരിട്ട് കാണുന്നത്. സന്തോഷം കൊണ്ട് ആ മനുഷ്യനെ ഇവൻ കെട്ടിപ്പിടിക്കുന്നുണ്ട്. രണ്ടുപേരും പിന്നീട് ഒരുപാട് സംസാരിക്കുകയാണ്. എങ്ങനെ എഡ്മണ്ട് ഇവിടെ വന്ന് പെട്ടു എന്നുള്ള കാര്യമൊക്കെ ഇയാളോട് പറയുന്നുണ്ട്. ആ സമയത്ത് ഇയാളും ഇയാളുടെ കഥകളൊക്കെ പറയാണ് കേട്ടോ. ഇയാളുടെ കൂട്ടാളികൾ, അതായത് നെപ്പോളിയന്റെ സഹായികൾ, അവരെ കാണിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ, ചതിക്കാത്തതിന്റെ പേരിലാണ് ഇയാൾ ഒരുപാട് ഉപദ്രവിച്ച് ഈ കിണറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഇപ്പൊ കാണുന്ന ആ ഒരു തുരങ്കണ്ടല്ലോ, ഇതുണ്ടാക്കാനായിട്ട് ഈ മനുഷ്യൻ ഒരു 12 വർഷം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എഡ്മണ്ടിനോട് ചോദിക്കുന്നുണ്ട്, മോനെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ, ഞാൻ ഒറ്റയ്ക്കാണ് ഇത് തുറന്നത്, പക്ഷെ നീയും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ നമുക്കിത് തുറക്കാം. ഒരു 12-14 വർഷം കൊണ്ട് നമുക്ക്
ഇത് പൂർത്തീകരിക്കാം. ഇതല്ലാതെ വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ എഡ്മണ്ട് ആ കൂടാന്ന് പറയാണ്. അങ്ങനെ ഓരോ ദിവസവും ഇവര് തുരങ്ക നിർമ്മാണം അത് ചെയ്യാൻ തുടങ്ങുകയാണ്. പതിയെ പതിയെ മണ്ണുകൾ മാറ്റി ചെറിയ രീതിയിൽ അവരങ്ങനെ ആ ഒരു ടണൽ ഉണ്ടാക്കുകയാണ്. ചെറിയൊരു കാലയളവല്ല, വർഷങ്ങൾ വേണ്ടി വരും ഈ ഒരു ടണൽ പൂർത്തിയാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷത്തെ ആ ഒരു കാലയളവിൽ രണ്ടുപേരും തമ്മിൽ ഒരുപാട് അടുക്കുന്നുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഷെയർ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ആൾക്ക് നമ്മുടെ എഡ്മോണ്ടിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ഈ കുരിശുയുദ്ധം ഉണ്ടല്ലോ, ആ സമയത്ത് ഒരു വലിയ കൂട്ടം ആൾക്കാർ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. ആ ഗ്രൂപ്പിന്റെ പേരാണ് ടെംപ്ലേഴ്സ്. അവർക്കൊരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശം ഒരുപാട് പേർക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അതിലേക്ക് വന്നു ചേർന്നു. വലിയൊരു ഗ്രൂപ്പായിട്ട് മാറി ഒരുപാട് യുദ്ധങ്ങൾ നടത്തി, ഒരുപാട് യുദ്ധത്തിൽ ജയിച്ചു, ഒരുപാട് സമ്പത്തും അവർക്ക് കിട്ടി. എന്നാൽ ഇവരുടെ ഈ ഒരു വളർച്ച കണ്ടിട്ട് ഒരു രാജാവുണ്ടല്ലോ, അവർ ഒതുക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരുപാട് വലിയ യുദ്ധങ്ങൾ, ഒരുപാട് ടെമ്പിൾസ് മരിച്ചുപോയി. ബാക്കി ഉണ്ടായിരുന്ന ടെംപ്ലേഴ്സ് അവരെല്ലാവരും കൂടിയിട്ട് ഒരു ദ്വീപിലേക്ക് പലായനം ചെയ്തു. ആ ദ്വീപിന്റെ പേരാണ് മോണ്ടെ ക്രിസ്റ്റ. എന്നാലും അവിടെ വെച്ചും എല്ലാവർക്കും ഒന്നും സർവൈവ് ആകാൻ കഴിഞ്ഞില്ല. ഓരോ ആളുകളും മരിച്ചു അവസാനം ഒരാൾ മാത്രം ബാക്കി. ആ ആളുടെ പേരാണ് ഫോറിയ. ആ ഫോറിയ അത് മറ്റാരുമല്ല, അത് ഞാനാണെന്ന് പറയാണ്. മറ്റൊരു കാര്യം കൂടെ ഈ ഫോറിയ പറയുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ കൊണ്ടുവന്ന ആ ഒരു വലിയ സമ്പത്ത് അതിപ്പോഴും ആ ഒരു ദ്വീപിൽ തന്നെയാണ്. ഇവിടുന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് അങ്ങോട്ടേക്കാണ്. ആ നിധി എടുക്കും, അതിന്റെ പാതി നിനക്ക് പാതി എനിക്ക്. ഇത് കേട്ട സമയത്ത് എഡ്മണ്ട് അവന്റെ ഉള്ളിൽ ചില പ്രതീക്ഷകളൊക്കെ വരുന്നുണ്ട്. പിന്നെയും ആവശ്യത്തോടു കൂടിയിട്ട് തുരങ്ക നിർമ്മാണം തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ 10 വർഷങ്ങൾ കഴിഞ്ഞു പോയി. എന്നും കഷ്ടപ്പെട്ട് അതങ്ങനെ തോണ്ടി അവസാനം ഇവരങ്ങനെ തോണ്ടി പോകുമ്പോൾ ചെറിയ രീതിയിൽ ഉപ്പുവെള്ളം അങ്ങനെ ഉറ്റുന്നുണ്ട്. അതിനർത്ഥം ഇവർ ഏകദേശം ആ ഒരു ടണലിന്റെ പരിപാടി അത് തീർക്കാനായി എന്നാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അവരുണ്ടാക്കിയ ഒരു ടണൽ ഉണ്ടല്ലോ, ഇതിന്റെ ആ ഒരു മുകൾ ഭാഗത്ത് നിന്ന് ഒരു ഇച്ചിരി മണ്ണിടിഞ്ഞ് നേരെ വീഴുന്നത് ഫോറിയയുടെ ദേഹത്തേക്കാണ്. അതായത് എഡ്മണ്ടിന്റെ കൂടെ ഉണ്ട് ആ ആളുടെ ദേഹത്തേക്ക്. പിന്നീട് എങ്ങനെയൊക്കെയോ ആ ഒരു മണ്ണിനുള്ളിൽ നിന്നും എഡ്മണ്ട് അവനെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് നോക്കുമ്പോൾ അയാൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ട്. എത്രയും വേഗം എല്ലാവരെയും വിളിച്ച് സഹായം ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഫോറിയ പറയാണ്, വേണ്ട, ഞാൻ ഇപ്പം മരിക്കോടാ, പക്ഷെ അതിനു മുന്നേ അവര് വരുന്നതിന് മുന്നേ എല്ലാം മറക്കടാ. അതുപോലെ എനിക്ക് ഭ്രാന്തൊന്നുമില്ല, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ആ ദ്വീപിൽ നിധിയുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞ വാർഡ് തന്നെ അയാൾ മരിച്ചു പോവാണ്. കുറച്ചു സമയം കഴിഞ്ഞു. എല്ലാ കിണറിന്റെ മുകൾ ഭാഗത്ത് ഒന്നും തട്ടി നോക്കിയിട്ട് അവരെ വിളിക്കുമല്ലോ. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഫോറിയ ഇയാളുടെ ആ ഒരു കിണറ്റിൽ നിന്നും യാതൊരു മറുപടിയും കേൾക്കാത്തത് കൊണ്ട് തന്നെ ഒരാൾ താഴേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കട്ടിൽ ഫോറിയ കിടക്കുകയാണ്. അതുപോലെ ഇവരുണ്ടാക്കിയ ആ ഒരു ടണലിന്റെ ഭാഗത്തൊക്കെ കല്ലുകളൊക്കെ അടുക്കി വെച്ചിട്ട് അവിടെ ആ ഒരു ഓട്ട ഇല്ലാത്ത രീതിയിൽ തന്നെ എഡ്മണ്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ വന്നിറങ്ങിയ ആളുണ്ടല്ലോ, ഇയാൾ മരിച്ചു എന്ന് കൺഫേം ചെയ്തിട്ട് മുകളിൽ നിന്നും ഒരാളെ വിളിച്ചിട്ട് ഈ ഒരു ശവം പൊതിഞ്ഞു കെട്ടാൻ വേണ്ടിയിട്ട് പറയണം. അങ്ങനെ ഒരാൾ വന്നു, ആ ശവം പൊതിഞ്ഞു കെട്ടുകയാണ്. എന്നിട്ട് ഒരു കയറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഇയാൾ കയറിപ്പോയി. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എഡ്മണ്ട് ആ തുരങ്കത്തിലൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവസാനമായിട്ട് ഫോറിയെ ഒന്ന് നോക്കുകയാണ്. അധിക നേരം കഴിഞ്ഞില്ല, ഫോറിയുടെ ആ ഒരു ഡെഡ് ബോഡി മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ്. ഇനി നേരെ കൊണ്ടുപോയിട്ട് കടലിലെറിയും. ഇതേ നേരം തന്നെ എഡ്മണ്ടിന്റെ ആ ഒരു കിണറുണ്ടല്ലോ, അതിന്റെ മുകൾ ഭാഗത്ത് വന്ന് ഗ്രില്ല് അതിലങ്ങനെ തട്ടി നോക്കുമ്പോൾ എഡ്മണ്ടിന്റെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. അതുകൊണ്ട് നേരെ താഴേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ ആ ഒരു കട്ടിൽ കിടന്ന് നല്ല ഉറക്കാണ്. എന്താടാ വിളിച്ചാൽ എഴുന്നേക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചിട്ട് അവന്റെ ആ ഒരു പുതപ്പ് മാറ്റി അതേ നേരം തന്നെ ഒരു കാര്യം കണ്ട് ഈ വാർഡനാകെ ഞെട്ടിപ്പോവാണ്. കാരണം അവിടെ ഉണ്ടായിരുന്നത് അത് നമ്മുടെ എഡ്മണ്ട് ആയിരുന്നില്ല, പകരം ഇത്തിരി നേരം മുന്നേ മരിച്ചുപോയ ഫോറിയ ആയിരുന്നു. അപ്പോ ഫോറിയ അവന്റെ ശവമാണെന്ന് കരുതിയിട്ട് രണ്ടാൾക്കാർ കൊണ്ടുപോയില്ലേ, അതെന്താണ്, അത് നമ്മുടെ എഡ്മണ്ട് ആണ്. എന്നാൽ ഇതറിയാതെ ജയിലിന് മുകളിൽ നിന്നും കടലിലേക്ക് അത് ഇവർ വലിച്ചെറിയാണ്. കടലിലേക്ക് വീണതിന് ശേഷം എങ്ങനെയൊക്കെയോ നമ്മുടെ എഡ്മണ്ട് ആ ഒരു കെട്ടുകളെ കഴിച്ചിട്ട് പരമാവധി വേഗത്തിൽ ഇവിടുന്ന് നീന്തി പോയിട്ട് ഒരു ദ്വീപിൽ ചെന്ന് കയറുന്നുണ്ട്. ഒരുപാട് നാളത്തെ പഴകിയ തുണിയായിരുന്നു അവന്റെ ദേഹത്തുണ്ടായിരുന്നത്. ഇപ്പോ അവൻ വന്ന ആ ഒരു ദ്വീപില് കുറച്ച് തുണിയെല്ലാം അലക്കിയിട്ടത് കാണുകയാണ്. വേഗം തന്നെ ആ ഒരു തുണി ഓടിച്ചെന്ന് പിടിച്ച് അതിന്റെ ആ ഒരു ഗന്ധം അവനെ ആസ്വദിക്കുകയാണ്. പിന്നീട് വേഗം തന്നെ ആ വസ്ത്രം ധരിച്ച് അവൻ നേരെ പോകുന്നത് അവന്റെ നാട്ടിലേക്കാണ്. ആ വലിയ ധനികൻ അയാളുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വേലക്കാരി ഒരു ഗണ്ണെടുത്ത് എങ്ങോട്ടാ പോന്നെ, നിക്ക് അവിടെ എന്ന് പറഞ്ഞിട്ട് അവനെ തടുക്കുകയാണ്. ഇതേ സമയത്തിന് എഡ്മണ്ട് അവന്റെ പേര് പറയാതെ അവന്റെ അച്ഛന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ആ ഒരു സ്ത്രീ പറയാണ്, അയാൾ മരിച്ചിട്ട് ഒരു 10-15 വർഷമായിട്ടുണ്ടാവുമല്ലോ, അയാളുടെ മകനെ എന്തോ പോലീസുകാർ അറസ്റ്റ് ചെയ്തതിൽ പിന്നെ മനന്നൊന്താ മരിച്ചത്, ഭക്ഷണമൊന്നും കഴിക്കാതെ പട്ടിണി കിടന്ന് മരിച്ചതാണ് ശരിക്കും. ഇത് കേട്ട് എഡ്മണ്ട് അവന്റെ നെഞ്ച് തന്നെ പൊട്ടിപ്പോവാണ് കേട്ടോ. എന്നാൽ ആ ഒരു വിഷമം പുറത്ത് കാണിക്കാതെ ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ മെർസിഡീസ്, അവൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. ഒരു ആൺകുഞ്ഞ് ജനിച്ച സമയത്ത് നേരെ പാരീസിലേക്ക് അവൾ പോയി. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് വന്നെങ്കിലും ഒന്നും ഇല്ലാത്തവനാണ് ഞാനിപ്പോ എന്ന് എഡ്മണ്ടിന് മനസ്സിലായി. അങ്ങനെ നെഞ്ച് പൊട്ടുന്ന വേദനയായിട്ട് അവൻ അവിടെ വിട്ട് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ ഈ കുടുംബത്തിന്റെ ചെറിയൊരു കപ്പൽ അവിടെ ഉണ്ടായിരുന്നു. അവൻ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് ആ കപ്പൽ എടുത്തുകൊണ്ട് ഒരു വലിയ സാഹസത്തിന് തന്നെ മുദ്രയാണ്. അതെന്താണെന്ന് വെച്ചാൽ അവന്റെ കൂടെ ഇത്രയും വർഷം ഉണ്ടായിരുന്ന ഫോറിയ ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ ആ ഒരു ദ്വീപിലേക്ക് പോയിട്ട് അവിടുത്തെ അവര് നിധി എടുക്കാൻ വേണ്ടി പോവാണ്. ദ്വീപിന്റെ പേര് മോണ്ടെ ക്രിസ്റ്റ. അങ്ങനെ ആ ദ്വീപിലേക്ക് വന്നു. ഫോറിയ പറഞ്ഞതുപോലെ തന്നെ അവിടെ വലിയൊരു ശില്പം ഉണ്ടായിരുന്നു. അതിന്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ ഒരു ഹൈഡ് ചെയ്ത് വെച്ചൊരു സ്വിച്ച് ഉണ്ടായിരുന്നു. അത് അമർത്തിയ നേരത്ത് ഒരു വാതിൽ തുറന്നു വരികയാണ്. ഒരു തീപ്പന്ത് ഉണ്ടാക്കിയിട്ട് ആ വാതിലിനുള്ളിലൂടെ അവനുള്ളിലേക്ക് പോയപ്പോൾ കൂറ്റാക്കൂരിട്ട് ചെറിയൊരു ഭയം ഉള്ളിലുണ്ട്. എന്നിരുന്നാലും അവൻ ഉള്ളിലേക്ക് പോയി. പെട്ടെന്ന് നോക്കുമ്പോൾ മുന്നിലൊരു കുഴിയാണ്. കുഴി മാത്രമല്ല, അതിന്റെ മുകൾ ഭാഗം ഒരു കിണർ പോലെ അങ്ങനെ മുകളിലേക്ക് അങ്ങനെ പോവുകയാണ്. ഒന്ന് തെറ്റിയായിരുന്നെങ്കിൽ ആ കുഴിയിലേക്ക് അവൻ വീണുപോയനെ. എന്തായാലും
കുഴിയുടെ ആഴം നോക്കാനായിട്ട് ആ തീപ്പന്തം കുഴിയിലേക്ക് ഇടുകയാണ്. എന്നാൽ ഇട്ട ആ ഒരു തീപ്പന്തം താഴേക്ക് അങ്ങനെ പോവുകയെന്നല്ലാതെ താഴേക്ക് എത്തുന്നില്ല. അത് അത്രയും ആഴമുള്ള ഒരു കിണറായിരുന്നു കേട്ടോ. എന്തായാലും അവസാനം ആ ഒരു തീപ്പന്തം താഴെ ചെന്ന് വീഴുന്നുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ എഡ്മണ്ട് അത്ഭുതപ്പെടുന്ന ആ കാഴ്ച കാണുകയാണ് ഫോറിയ. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യവും സത്യമായിരുന്നു. അളവറ്റ സമ്പത്ത് തന്നെ ആ കുഴിയിലുണ്ടായിരുന്നു. എന്നാൽ ഇതിനുശേഷം ഒരു വർഷത്തോളം എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഒരു വർഷത്തിന് ശേഷമാണ് പിന്നീട് ഈ കഥ തുടങ്ങുന്നത്. നമ്മുടെ എഡ്മണ്ട് ഇപ്പൊ ഒരു ഫാദറിന്റെ വേഷത്തിൽ നേരെ ഒരാളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ ആള് അത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ എഡ്മണ്ടിനെ കുടുക്കാനായിട്ട് ക്യാപ്റ്റൻ ഡഗ്ലസ് ഒരു കള്ളസാക്ഷി പറഞ്ഞായിരുന്നല്ലോ, അയാളുടെ കൂടെ തന്നെ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു. ആ ആളെ കാണാനാണ് പോകുന്നത്. എന്നിട്ട് അയാൾ വിളിച്ചു വരുത്തി അയാൾക്ക് ഒരു ഇച്ചിരി സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തിട്ട് പറയാണ്, നിങ്ങളുടെ കൂടെ പണ്ട് കപ്പലിൽ എഡ്മണ്ട് എന്ന പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നില്ലേ, അയാൾ മരിക്കുന്നതിന് മുന്നേ അയാളുടെ എല്ലാ സ്വത്തും അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാർക്ക് പങ്കിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു വിഹിതം തരാനാണ് ഞാൻ വന്നത് എന്ന് പറയണം. ഇതേ നേരം ഈ ആള് പറയാണ്, ഇങ്ങനെ ഒരു കാശ് നിങ്ങൾ എനിക്കല്ല തരേണ്ടത്. എഡ്മണ്ട് അവന്റെ ഒരു മുതലാളി ഉണ്ടായിരുന്നു, ഒരു പാവ മനുഷ്യൻ, ആ മനുഷ്യന് കൊണ്ടുപോയി കൊടുക്കുന്ന പറയാണ്. ഇത് കേട്ടപ്പോ എഡ്മണ്ട് ആകെ ഞെട്ടിപ്പോണ്. അത്രയും പണക്കാരനായ ആ മനുഷ്യന് ഞാൻ എന്തിനു ഇത് കൊടുക്കുന്നത്? പറയാനായിട്ട് അയാൾക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നു. എന്ന ഫാദർ പറയാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാനൊരു ഫാദർ ആയതുകൊണ്ട് തന്നെ ഈ കാര്യം ആരോടും പറയാൻ പോകുന്നില്ല. അങ്ങനെ ഇയാൾ ആ ഒരു കാര്യം പറയാണ്. 14 വർഷങ്ങൾക്ക് മുന്നേ ഓഫീസർ ജെറാഡ്, ഇയാളുടെ സഹോദരിയായിട്ടുള്ള ഏഞ്ചൽ, അവൾ എല്ലാ കാര്യവും പറയാൻ വേണ്ടിയിട്ട് പോകാൻ നിന്നില്ലേ, അതായത് എഡ്മണ്ടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അപ്പൊ തന്നെ അവളുടെ കഴുത്ത് ഞെരിച്ച ജെറാഡ് അവളെ കൊന്നില്ല. ആ ജോലി അയാൾ ഏൽപ്പിച്ചത് കള്ളസാക്ഷി പറഞ്ഞ ക്യാപ്റ്റൻ ഡഗ്ലസിനെയാണ്. എന്നാൽ ഡഗ്ലസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അവളെ കൊല്ലാതെ ഒരു വേശ്യാലയത്തിൽ കൊണ്ടുപോയിട്ട് നല്ല വിലയ്ക്ക് വിറ്റ് കളഞ്ഞു. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ഡഗ്ലസിന് നല്ല സുഹൃത്ത് ബന്ധമായി. പോരാത്തതിന് ഈ ക്യാപ്റ്റൻ ഡഗ്ലസ് ഉണ്ടല്ലോ, പല ഉഡായ്പകളും കാണിച്ച് പതിയെ പതിയെ ആ ഒരു മുതലാളിയുടെ എല്ലാ സമ്പത്തും അടിച്ചു മാറ്റി. കപ്പലിൽ കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ എല്ലാം അവന്റെ കയ്യിലായി. എന്നിട്ട് കടൽ കൊള്ളക്കാർ കൊണ്ടുപോയി എന്നൊരു കെട്ടുകഥയും പറയും. അങ്ങനെ അവസാനം ആ ഒരു പാവം മനുഷ്യനെ ഒരു ഭാഗത്താക്കി അയാളുടെ മുഴുവൻ സമ്പത്തും ഇപ്പോ ക്യാപ്റ്റൻ ഡഗ്ലസിന്റെ കയ്യിലാണ്. അവന്റെ കൂടെ അവന്റെ എല്ലാ സഹായത്തിനായിട്ട് ഓഫീസർ ജെറാഡും അതുപോലെ തന്നെ ഫെർണാഡ് എന്ന് പറഞ്ഞ ഒരു ഓഫീസറും കൂടെ ഉണ്ട്. ഫെർണാഡ് മറ്റാരുമല്ല, നമ്മുടെ എഡ്മണ്ടിന്റെ ആ ഒരു ഉറ്റ ചങ്ങാതി തന്നെ, അവനെ ചതിച്ച ആ ഒരു ഉറ്റ ചങ്ങാതി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എഡ്മണ്ടിന് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു പള്ളിയിലേക്ക് ചെല്ലുകയാണ്, അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ ആൾക്കാർക്കും അവർക്ക് വേണ്ട ശിക്ഷ ഞാൻ കൊടുത്തിരിക്കുന്നു പറഞ്ഞിട്ട് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അവൻ ആ ഒരു ചർച്ചയിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ട് എഡ്മണ്ട് പോകുന്നത് അവനെ സഹായിക്കാൻ ശ്രമിച്ച ഏഞ്ചൽ, അവൾ ഇപ്പോഴുള്ളത് ഒരു വേശ്യാലയത്തിലാണ്. അങ്ങോട്ടേക്ക് അവളെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. എന്നാൽ അവളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. പല അസുഖങ്ങളും വന്ന് അവിടെ കിടന്ന് ഏഞ്ചൽ വല്ലാണ്ട് നരകിക്കുകയായിരുന്നു. പിന്നീട് ഏഞ്ചലിനോട് എഡ്മണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് എഡ്മണ്ടിന് ഓർമ്മ, അല്ല നീ എന്തിനാണ് ഇപ്പൊ വന്നത് എന്ന് ചോദിച്ചപ്പോൾ നിന്നെ രക്ഷപ്പെടുത്താനാണെന്ന് പറയണം. എന്നെ രക്ഷപ്പെടുത്തുക, അതൊന്നും വേണ്ട, ഞാൻ അധികം വൈകാതെ മരണപ്പെട്ടു പോകും. പറ്റുവാണെങ്കിൽ എന്റെ മോനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? നിങ്ങൾക്കപ്പോ ഒരു മകനുണ്ടോ? ഇത് കേട്ടപ്പോ ഏഞ്ചൽ പറയാണ്, എന്റെ മകനല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ഈ വേശ്യാലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടി. എന്റെ ചേട്ടനോടുള്ള ആ ഒരു പക തീർക്കാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് പുറത്തു ചാടി. എന്റെ കൂടെ തന്നെ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ ചേട്ടൻ ആ ഓഫീസർ ജെറാഡ് അവനെ കൊല്ലാനായിട്ട് അവൻ താമസിച്ച ആ ഒരു ബംഗ്ലാവിലേക്ക് പോയപ്പോ അർദ്ധരാത്രിയിൽ ഞാനൊരു കാര്യം കണ്ടു. ഒരു ഇരുമ്പ് പെട്ടിയുമായിട്ട് തോട്ടത്തിലേക്ക് വരുന്ന എന്റെ ചേട്ടൻ അവിടെ ഒരു കുഴിയെടുത്ത് ആ പെട്ടി അവിടെ കുഴിച്ചു മൂടി. എന്നാൽ ഇതിനുശേഷം അതിലൂടെ പോയ ഞാനൊരു കരച്ചിൽ കേട്ടു. പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിലൊരു കുഞ്ഞായിരുന്നു, എന്റെ ചേട്ടന്റെ സ്വന്തം കുഞ്ഞ്. പുറത്ത് പറയാൻ പറ്റാത്തൊരു ബന്ധത്തിൽ അയാൾക്ക് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അതിനെ അങ്ങനെ കുഴിച്ചിട്ടത്. എന്തായാലും ആ ഒരു കുഞ്ഞിനെ കണ്ട് അതിന്റെ ആ ഒരു നിഷ്കളങ്കമായ മുഖം കണ്ടതോട് കൂടിയിട്ട് എന്റെ ഉള്ളിലെ പകയൊക്കെ മാറി. പകരം ആ ഒരു കുഞ്ഞിനെ അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ളതായി എന്റെ ചിന്ത. ഞാൻ പിന്നീട് അവനൊരു സ്കൂളിലാക്കി. അധികം വൈകാതെ ഞാൻ പിടിക്കപ്പെട്ടു. അപ്പൊ ആ കുട്ടിയാണ് ഇപ്പൊ ഏഞ്ചൽ രക്ഷപ്പെടുത്താൻ പറഞ്ഞത്. അവന്റെ പേര് ആൻഡ്രിയ എന്നാണ്. അങ്ങനെ ആൻഡ്രിയെ കാണാനായിട്ട് എഡ്മണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. എല്ലാ കാര്യം അവനോട് തുറന്നു പറഞ്ഞു. നിന്റെയും എന്റെയും ജീവിതം തകർത്ത 3 ആളുകൾ, അവരോട് നമുക്ക് പ്രതികാരം ചെയ്യേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആൻഡ്രിയ കിടന്ന് തിളക്കുകയാണ്. പ്രതികാരമല്ല, അവരെ കൊല്ലണം എന്ന് പറയാണ്. എന്നാൽ കൊല്ലണ്ട, അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്കെല്ലാമായ എല്ലാത്തിനെയും നമുക്ക് നശിപ്പിക്കണമെന്ന് എഡ്മണ്ട് പറയണം. എന്തിനും ഏതിനും ഞാൻ കൂടേണ്ടതെന്ന് ആൻഡ്രിയും പറഞ്ഞു. ഇതിനുശേഷം ഇവർ നേരെ പോകുന്നത് പാരീസിലേക്കാണ്. ഇപ്പൊ പാരീസിലാണ് ഏഞ്ചലിന്റെ ബ്രദർ ആയിട്ടുള്ള ജെറാഡ്, അതുപോലെ തന്നെ എഡ്മണ്ടിനെ ചതിച്ച ഫെർണാഡ്, ഇവരെല്ലാവരും ഉള്ളത്. എന്തായാലും ഇതുപോലെയുള്ള ചതിയന്മാര് ഒരുപാട് സ്ഥാനക്കയറ്റം കിട്ടി അങ്ങ് മുകളിലേക്ക് എത്തുമല്ലോ. അതുപോലെ തന്നെ ഫെർണാഡ് അവനിപ്പോ വലിയ സ്ഥാനമൊക്കെ കിട്ടി. ഇന്ന് അതിന്റെ റിട്ടയർമെന്റ് ആണ്. ജോലിയിൽ നിന്നും അവൻ പിരിയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വലിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അതിന്റെ ഫംഗ്ഷൻ നടക്കുകയാണ്. പിന്നെ ജെറാഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അന്ന് തന്നെ അവൻ വലിയൊരു ഓഫീസറായിരുന്നു. ഇപ്പൊ അതിന്നൊക്കെ വിരമിച്ച് പൊളിറ്റിക്സിലേക്ക് വരെ ഇറങ്ങിയിട്ടുണ്ട്. സോ എല്ലാവരും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ എഡ്മണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇവരെ കാണുമ്പോൾ അവന്റെ ഉള്ളിൽ ആ ഒരു കലിപ്പ് അങ്ങനെ പൊട്ടി തിളക്കുകയാണ്. മാത്രമല്ല പോലീസുകാരനായിട്ടുള്ള ഫെർണാഡ് അവന്റെ ഒരു കണ്ണിന് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ, അത് മറച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിനേക്കാളൊക്കെ എഡ്മണ്ടിനെ ദേഷ്യപ്പെടുത്തിയത് ഈ ഫെർണാഡിന്റെ ഭാര്യയെ കണ്ടിട്ടാണ്. അത് മറ്റാരുമല്ല, അവൻ സ്നേഹിച്ച അവന്റെ മെർസീഡസ് ആയിരുന്നു. ഈ ഫെർണാഡ് മെർസീഡസിനെ വിവാഹം കഴിച്ച് അതിലൊരു കുഞ്ഞുമുണ്ട്, ഒരു ചെറുക്കനാണ് ആൽബർട്ട്. ഇതെല്ലാം കണ്ട് സഹിച്ച് നിൽക്കാൻ പറ്റാണ്ട് വ്യക്തമായ ഒരു പദ്ധതിയോട് കൂടിയിട്ട് എഡ്മണ്ട് അവിടെ വിട്ടിറങ്ങുകയാണ്. അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് ഫെർണാഡ് അവന്റെ ദേഹത്ത് ഒരു ബാഡ്ജ് ഉണ്ടായിരുന്നു. ആ ബാഡ്ജും പറിച്ചുകൊണ്ട് ഒരു കൂട്ടം കള്ളന്മാർ ഓടുകയാണ്. അപ്പൊ ആ കള്ളന്മാരുടെ
കള്ളന്മാരുടെ പിന്നാലെ തന്നെ ആൽബർട്ട് ഓടുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ ആരും ഇല്ലാത്തൊരു സ്ഥലം നോക്കി കള്ളന്മാരെല്ലാവരും വട്ടം കൂടി നിന്ന് അവനിട്ട് പോയിരിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരാൾ അങ്ങോട്ടേക്ക് വന്ന് ഈ കള്ളന്മാരെ മുഴുവനായിട്ടും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ കള്ളന്മാരെ ഷൂട്ട് ചെയ്ത ആള് അത് മറ്റാരുമല്ല, നമ്മുടെ എഡ്മണ്ട് തന്നെ. എന്തായാലും അടി കൊണ്ട് ബോധം പോകുന്നതിന്റെ ഇടയിൽ ആൽബർട്ട് ഈ ഒരു കാര്യം കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂർണ്ണമായിട്ടും ആൽബർട്ടിന്റെ ബോധം പോയപ്പോൾ വെടിയേറ്റ് കിടന്ന ആൾക്കാരൊക്കെ ചാടി എഴുന്നേൽക്കുകയാണ്. കാരണം ഇത് വെറും ഒരു നാടകമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് പോവാൻ നിൽക്കുമ്പോൾ ഈ എഡ്മണ്ട് ഉണ്ടല്ലോ, അവന്റെ ഒരു തോക്ക് അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ആ തോക്ക് എഡ്മണ്ട് മനഃപൂർവ്വം അവിടെ വെച്ചതാണ്. കാരണം ആ തോക്കിൽ അവൻ താമസിക്കുന്ന ആ കൊട്ടാരത്തിന്റെ പേരുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ആൽബർട്ട് അവന്റെ അച്ഛനായിട്ടുള്ള ഫെർണാഡിനെയും കൂട്ടി ആ തോക്കിൽ കണ്ട് ആ കൊട്ടാരം അന്വേഷിച്ച് വരികയാണ്. അവിടെ നമ്മുടെ എഡ്മണ്ട് ഉണ്ട്. കൊട്ടാരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞ അമ്മാതിരി ഒരു കൊട്ടാരം. ഇതുപോലെ ഒരു 10-100 മേടിക്കാനുള്ള കാശ്, ആ നിധി അത് അവന് കിട്ടിക്കഴിഞ്ഞല്ലോ. എന്തായാലും ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഫെർണാഡ് തന്റെ മകനെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ എഡ്മണ്ടിനോട് നന്ദി പറയുന്നുണ്ട്. എന്നാൽ എഡ്മണ്ടിനെ ഫെർണാഡിന് മനസ്സിലാവുന്നില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഒരു പ്രത്യേകതരം മുഖം മൂടി എഡ്മണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു തോക്ക് അത് തിരിച്ചു നൽകാൻ നിൽക്കുമ്പോൾ അത് വേണ്ടാന്ന് പറയാണ്. മാത്രമല്ല ഇവർക്കെല്ലാം ഗണ്ണിനോട് ഒരു താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയ എഡ്മണ്ട് അവന്റെ ആ ഒരു തോക്കുകളുടെ കളക്ഷൻ അത് കാണിച്ചു കൊടുക്കാൻ തന്നെ അങ്ങോട്ടേക്ക് നേരെ കൊണ്ടുപോവാണ്. ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ഫെർണാഡ് ആകെ അത്ഭുതപ്പെട്ടു പോവാണ്. അവരുടെ ഒരു ഫയറിംഗ് സ്കില്ലും അവിടെ വെച്ച് പരിശോധിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോയപ്പോൾ എഡ്മണ്ടിനോട് ഫെർണാഡ് ഒരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ വേട്ടയ്ക്ക് പോകാറുണ്ട്. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വരാട്ടോ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ പങ്കെടുക്കും എന്ന് തന്നെ ഇപ്പൊ എഡ്മണ്ട് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഈ ഫെർണാഡിന്റെ മകൻ ആൽബർട്ട് ആ കൊട്ടാരം മുഴുവൻ ചുറ്റി നടന്ന് കാണുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ ഇരുന്നുകൊണ്ട് വയലിൻ വായിക്കുന്നത് കാണുകയാണ്. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി കേട്ടോ. ആ സൗന്ദര്യത്തിൽ മനം മയങ്ങി അവനങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് എഡ്മണ്ട് വരികയാണ്. അതാരാണ് ചോദിച്ചപ്പോൾ എഡ്മണ്ട് പറയാണ് എന്റെ മകളാണ്. പക്ഷേ സ്വന്തം മകളല്ല, വളർത്തു മകളാണ്. കൂടുതലായിട്ട് നീ ഒന്നും പറയണ്ട. ഒറ്റ നോട്ടത്തിൽ നിനക്ക് അവളെ ഇഷ്ടമായി എന്ന് എനിക്കറിയാം. പക്ഷേ അവൾ ഒരുപാട് അനുഭവിച്ചവളാണ്. നിന്നെപ്പോലെ ഒരു ലൈഫിൽ വളർന്നവളല്ല അവൾ. അവളുടെ സ്വന്തം അച്ഛൻ മരണപ്പെട്ടപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അവളൊരു വേശ്യാലയത്തിൽ കൊണ്ടുപോയി വിറ്റു. അവിടെ നിന്നാണ് എനിക്ക് അവളെ കിട്ടിയത്. ഹൈഡി ഭയങ്കര തന്റേടിയാണ്. അതുകൊണ്ട് അവളോട് ഇടപഴകുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്ക് അതൊക്കെ അറിയാന്ന് പറയണം. എന്നാൽ ഹൈഡി എന്ന ആ ഒരു പെൺകുട്ടി അവളും വ്യക്തമായ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ ഈ കൊട്ടാരത്തിൽ ഇപ്പോ ആൻഡ്രി കൂടെ ഉണ്ട്. വേട്ടയ്ക്ക് പോകാൻ വേണ്ടി ഫെർണാഡ് വിളിച്ചല്ലോ. അപ്പൊ ആ ഒരു വേട്ടയ്ക്ക് പോകാനായിട്ട് ആൻഡ്രിയെ കൂടെ ഇപ്പൊ എഡ്മണ്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടാ കൊണ്ടുപോകുന്ന വെച്ചാൽ എഡ്മണ്ടിന്റെ ഒരു സുഹൃത്തുണ്ട്, വലിയൊരു പണക്കാരനായിട്ടുള്ള പ്രഭുവാണ്. ആ പ്രഭുവിന്റെ മകനാണെന്ന് പറഞ്ഞിട്ടാണ് ആൻഡ്രിയെ കൊണ്ടുപോകാൻ പോകുന്നത്. അങ്ങനെ വേട്ടയ്ക്ക് പോകാം എന്ന് പറഞ്ഞ ആ ഒരു ദിവസം വന്നു. എഡ്മണ്ട് ആൻഡ്രിയും കൂട്ടിയിട്ട് നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എല്ലാവരും ഉണ്ട് ഒരുമിച്ച് തന്നെ. ഈ കേസിൽ പാവം നമ്മുടെ എഡ്മണ്ടിനെ കുടുക്കിയ ക്യാപ്റ്റൻ ഡഗ്ലസ്, അതുപോലെ തന്നെ അവന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ചതിയനായിട്ടുള്ള ഫെർണാഡ്, പിന്നെ ഓഫീസർ ജെറാഡ്. ഈ ജെറാഡാണ് ശരിക്കും ആൻഡ്രിയുടെ അച്ഛന് കേട്ടോ. അപ്പൊ ആ ഒരു ദേഷ്യത്തിലും പകയിലുമാണ് അവൻ നോക്കുന്നത്. മാത്രമല്ല അതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയാണ്, സംസാരിക്കുകയാണ്. ഇതിനുശേഷം എല്ലാവരും വേട്ടയ്ക്കായിട്ട് കാട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ മാനിനെ ക്യാപ്റ്റൻ ഡഗ്ലസ് വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. എന്നാൽ അതിപ്പോഴും ചത്തിട്ടില്ല. ആ കത്തി ഇപ്പോ നമ്മുടെ ആൻഡ്രിയ, അവൻ ഈ ഒരു വേട്ടയ്ക്കൊക്കെ ആദ്യമായിട്ടല്ലേ, അവന്റെ കയ്യിൽ ആ കത്തി കൊടുത്ത് മാനിനെ കൊല്ലാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് ആൻഡ്രിയ ചെയ്യാൻ പോകുന്നത്. കൈയൊന്ന് വിറയ്ക്കുന്നുണ്ട്. എന്നാൽ അതേ നേരം അവിടെ ഉണ്ടായിരുന്ന അവന്റെ അച്ഛൻ, അതായത് ഓഫീസർ ജെറാഡ്, അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആൻഡ്രിക്ക് ആ ഒരു ദേഷ്യവും പകയൊക്കെ വരുന്നുണ്ട്. ഒരൊറ്റ കുത്താണ് ആ മാനിന്റെ കഴുത്തിലേക്ക്, അവന്റെ അച്ഛന്റെ കഴുത്താണെന്ന് കരുതിയിട്ട്. സ്പോട്ടിൽ ആ ഒരു മാൻ ചത്തുപോകുന്നുണ്ട്. ആ ഒരു കുത്തല് കണ്ടാൽ തന്നെ അറിയാം സ്വന്തം അച്ഛനോട് ആൻഡ്രിക്ക് എത്രത്തോളം പകയുണ്ടെന്ന്. എന്തായാലും ഇതിനുശേഷം അധികം വൈകാതെ എഡ്മണ്ട് അവന്റെ വീട്ടിൽ വെച്ച് എല്ലാവർക്കും വേണ്ടി വലിയൊരു വിരുന്ന് തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ആ വിരുന്നിൽ വെച്ച് ഓഫീസർ ജെറാഡ് ഉണ്ടല്ലോ, അയാളുടെ മകളായിട്ടുള്ള സ്റ്റെല്ല, ആ സ്റ്റെല്ലയെ നമ്മുടെ ആൻഡ്രിയ പോയിട്ട് പരിചയപ്പെടുകയാണ്. അതേ നേരം തന്നെ എഡ്മണ്ടിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, ഫെർണാഡിന്റെ ഭാര്യയായിട്ടുള്ള മെർസീഡീസ്. ആരാണ് ഈ മെർസീഡീസ്? നമ്മുടെ എഡ്മണ്ടിന്റെ ആദ്യത്തെ പ്രണയിനി. എഡ്മണ്ടിനെ കണ്ടപാടിന് അവളാകൊന്ന് പകച്ചു പോകുന്നുണ്ട്. അതായത് എവിടേക്കോ എഡ്മണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷെ അവന്റെ എന്തൊക്കെയോ ഒരു ശബ്ദത്തിലും അതുപോലെ തന്നെ പെരുമാറ്റത്തിലും എല്ലാം അവൾക്കത് ഫീലായി. പിന്നീട് പെട്ടെന്ന് തന്നെ എന്റെ മോനെ രക്ഷിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇത് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ്. എന്തോ അമ്മ ഇങ്ങനെ വല്ലാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആൽബർട്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ട് അമ്മ എന്താ പറ്റിയത്? ഈ സമയത്ത് മെർസീഡീസ് ചോദിക്കാണ് ആരാണ് ആ മനുഷ്യൻ, ആരാണ്? ഇപ്പൊ ആൽബർട്ട് ചോദിക്കുകയാണ് അമ്മ എന്തിനിങ്ങനെ പേടിക്കുന്നത്? അയാളാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. മോണ്ടെ ക്രിസ്റ്റ എന്ന ദ്വീപിന്റെ പ്രഭുവാണ് ആ ഒരു മനുഷ്യൻ. പക്ഷെ എന്തോ മെർസീഡസിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ഭയം പോകുന്നില്ല. അതുപോലെ തന്നെ എഡ്മണ്ട്, അവന്റെ ആ ഒരു ദേഷ്യം സഹിക്കാനേ പറ്റുന്നില്ല. മുറിയിൽ പോയിട്ട് കണ്ണി കണ്ടതൊക്കെ എടുത്ത് വലിച്ചെറിയാണ്. ഉറ്റ ചങ്ങാതിയായിട്ട് കൂടെ നിന്ന് ഫെർണാഡ് അവനെ ചതിച്ചു. അവൻ സ്നേഹിച്ച അവന്റെ പെണ്ണ് മെർസീഡസിനെ അടിച്ചു മാറ്റി വിവാഹം കഴിച്ചിരിക്കുകയാണ്. എന്നാൽ ഉള്ളിലുള്ള ദേഷ്യം, പക, പ്രതികാരം ഇതൊന്നും കാണിക്കാതെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയാണ് ഇപ്പോൾ. ഇതിനിടയിൽ ക്യാപ്റ്റൻ ഡഗ്ലസ് ഉണ്ടല്ലോ, ആരാണ് ഈ ആൻഡ്രിയ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് എഡ്മണ്ട് സുഹൃത്തായിട്ടുള്ള ഒരു പ്രഭു, ആ പ്രഭുവിന്റെ മകനാണെന്ന് പറഞ്ഞിട്ടാണ് ആൻഡ്രിയ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ കുറിച്ച് ഭയങ്കരമായിട്ട് പൊക്കി അടിച്ച് പറയണല്ലോ. അതുകൊണ്ട് ആൻഡ്രിയുടെ അച്ഛൻ വലിയൊരു പണക്കാരനായിട്ടുള്ള ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു പ്രഭുവാണെന്നൊക്കെ പറയാണ് അങ്ങ് ഇറ്റലിയിൽ. ഓ, ഇത് കേട്ട് ഇവരെല്ലാവരും ആകെ കണ്ണും തള്ളി നിൽക്കുകയാണ്. അപ്പൊ ഈ പാർട്ടി നടക്കുന്നതിന്റെ ഇടയിൽ എഡ്മണ്ടിന്റെ വളർത്തുമകളാണെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് ഇവിടെ ഉണ്ടല്ലോ, ഹൈഡി. ഈ ഹൈഡിയെ ഒന്ന് വളയ്ക്കാൻ വേണ്ടി പരമാവധി പോലീസുകാരന്റെ മകൻ, അതായത് ആൽബർട്ട്, നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു പാർട്ടി കഴിഞ്ഞു. എല്ലാവരും
എല്ലാവരും തിരിച്ചു പോവാണ്. ഞാൻ പറഞ്ഞാൽ ചെറിയൊരു തെറ്റുണ്ട്. അതായത് ഇത് എഡ്മണ്ടിന്റെ കൊട്ടാരല്ല, ഇവിടെ വെച്ചല്ല പാർട്ടി നടക്കുന്നത്. ഫെർണാഡ് ഉണ്ടല്ലോ, അവന്റെ വീട്ടിൽ വെച്ചാണ് ഈ പാർട്ടി നടക്കുന്നത്. അങ്ങനെ പാർട്ടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇവിടുന്ന് തിരിച്ചു പോവാണ്. ഈ സമയത്ത് തന്നെ എഡ്മണ്ടിന്റെ വളർത്തുമകളായിട്ടുള്ള ഹൈഡി അവളുടെ കയ്യിൽ ആൽബർട്ട് കൊടുത്ത ആ ഒരു കത്ത് അതിപ്പോ എഡ്മണ്ടിന് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഹൈഡി ഈ കാര്യങ്ങളും ഈ പ്രണയം ഇതൊക്കെ അഭിനയിക്കുന്നതും അവനോട് അടുക്കുന്നതും എല്ലാം എഡ്മണ്ടിന്റെ ആ ഒരു പദ്ധതി അനുസരിച്ചാണ്. അപ്പൊ ആ ഒരു കത്ത് കൊടുത്ത് പിറ്റേ ദിവസം ഏതോ ഒരു പാർക്കിലേക്ക് വരാനായിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് പോകണം, അവനുമായിട്ട് കൂടുതൽ അടുക്കണമെന്ന് എഡ്മണ്ട് ഇപ്പോൾ ഹൈഡിയോട് പറയണം. അതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എഡ്മണ്ട് ഒരു പുതിയ കൊട്ടാരം മേടിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഒരു പാർട്ടി വെച്ച് അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ആ കൊട്ടാരം ശരിക്കും മേടിച്ചിരിക്കുന്നത് എഡ്മണ്ടിന്റെ ആ ഒരു പഴയ നാടുണ്ടല്ലോ അവിടെയാണ്. അങ്ങനെ ആ ഒരു വിരുന്നിൽ പങ്കെടുക്കാനായിട്ട് ഫെർണാഡ് അവന്റെ ഫാമിലി, അതുപോലെ തന്നെ ഓഫീസർ ജെറാഡ് അവന്റെ ഫാമിലി, പിന്നെ ക്യാപ്റ്റൻ ഡഗ്ലസ് അവരുടെ ഫാമിലി ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചൊരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. ആ വലിയ കൊട്ടാരത്തിലേക്ക് വന്ന് ഇറങ്ങിയ പാട് തന്നെ ഓഫീസർ ജെറാഡ് ആകെ ഞെട്ടിപ്പോവാണ്. കാരണം ഈ ജെറാഡ് ആദ്യം താമസിച്ചിരുന്ന വീടായിരുന്നു ഇത്. ഇവിടെ വെച്ചാണ് അവന്റെ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി കുഴിച്ചിട്ടത്. അതുപോലെ തന്നെ ഇവിടെ വന്നിറങ്ങിയ മറ്റൊരാൾ കൂടെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അതാണ് മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ക്യാപ്റ്റൻ ഡഗ്ലസ് അയാളുടെ ഭാര്യയായിട്ടുള്ള വിക്ടോറിയ, ഈ വിക്ടോറിയയും അതുപോലെ തന്നെ ജെറാഡും തമ്മിൽ പണ്ടൊരു അവിഹിത റിലേഷൻ ഉണ്ടായിരുന്നു. അതിലാണ് അവൾ ഗർഭിണിയായത്. എന്നാൽ ഇതാരും അറിയാതിരിക്കാനാണ് ആ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഇവർ കുഴിച്ചു മൂടിയത്. സോ ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് ജെറാഡും അതുപോലെ തന്നെ വിക്ടോറിയ രണ്ടുപേരും നന്നായിട്ടൊന്ന് വിറയ്ക്കുന്നുണ്ട്. ഇതെല്ലാം ആര് കാണുന്നുണ്ട്? ഇവരുടെ മകനായിട്ടുള്ള ആൻഡ്രിയ കാണുകയാണ്. അച്ഛനോടും അമ്മയോടും അടങ്ങാത്ത പക അവനുണ്ട് കേട്ടോ. എന്നാൽ അതൊന്നും കാണിക്കാതെ കൂളായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ. ഈ സമയത്ത് ക്യാപ്റ്റൻ ഡഗ്ലസ് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഒരു പഴയ വീട് എന്തിനിപ്പോ നിങ്ങൾ മേടിച്ചത്? നല്ല വില കുറഞ്ഞ് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ മേടിച്ചതെന്ന് എഡ്മണ്ട് പറയാണ്. എന്നാൽ ഈ ഒരു കൊട്ടാരത്തിന് ചുറ്റുപറ്റി എന്തൊക്കെയോ കഥകളുണ്ട്. പണ്ട് ഏതോ ദമ്പതികളെ ഇവിടെ ഒരു കുഞ്ഞിനെ കുഴിച്ചുമൂടിയെന്നൊക്കെ. ഞാൻ അതിലൊന്നും വിശ്വസിച്ചില്ല. വില കുറഞ്ഞു കിട്ടിയപ്പോൾ ഞാനങ്ങ് മേടിച്ചു. എന്നാൽ രാത്രി ആയപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും കരച്ചിൽ കേട്ട് എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ പറമ്പ് മുഴുവൻ കുഴിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോ ഒരു പെട്ടി കിട്ടി. അത് കേട്ടപാട് ജെറാഡ് അതുപോലെ വിക്ടോറിയ രണ്ടുപേരുടെയും ഉള്ളൊന്ന് കാളുകയാണ്. നിങ്ങൾ എല്ലാവരും വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു പെട്ടി തുറന്നു നോക്കാന്ന് പറയണം. അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്ന് പെട്ടി തുറക്കാൻ നിൽക്കുമ്പോൾ രണ്ടുപേരുടെ ഹൃദയം പെട്ടപടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിലൊന്നുമില്ല. കണ്ടപാട് തന്നെ ഈ ക്യാപ്റ്റൻ ഡഗ്ലസിന്റെ ഭാര്യ വിക്ടോറിയ അവൾക്കൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ ജെറാഡിനും. എന്തായാലും വിരുന്നെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരും അവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അതായത് പാരീസിലേക്ക് പോവാണ്. ഒരു ദിവസം ഈ ജെറാഡിനെ ആര് കാണുന്നുണ്ട്? വിക്ടോറിയ കാണുകയാണ്. പണ്ട് ഇവർക്കിടയിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ വിക്ടോറിയ ആ ഒരു ഭയത്തില് ജെറാഡിനോട് ചോദിക്കുന്നത്, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? നമ്മൾ അന്ന് രാത്രിയിൽ ചെയ്ത കാര്യം അതെങ്ങനെയാണ് ഇയാൾ അറിഞ്ഞത്? ഇപ്പൊ ജെറാഡ് പറയാണ്, നീ പേടിക്കാതിരിക്കുക, എനിക്കും എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ അവൻ ആരാണെന്നുള്ള എല്ലാ വിവരവും ഞാൻ കണ്ടുപിടിക്കും. ഇതിനുശേഷം ആരാണ് എഡ്മണ്ട് ഇതറിയാൻ വേണ്ടിയിട്ട്. ഈ എഡ്മണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് അവന്റെ ഒരു ശത്രുവുണ്ട്, ലോർഡ് ഹാരിസ്. ഈ ലോർഡ് ഹാരിസിനെ കാണാൻ വേണ്ടിയിട്ട് ജെറാഡ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ലോർഡ് ഹാരിസിനോട് എഡ്മണ്ടിന്റെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എനിക്ക് അവനുമായിട്ട് ഭയങ്കര ശത്രുതയാണ്, പക്ഷേ കച്ചവടത്തിന്റെ കാര്യത്തിൽ വന്നാൽ എഡ്മണ്ട് ആളൊരു കില്ലാടിയാണ്. അതായത് ലോർഡ് ഹാരിസ് എഡ്മണ്ടിനെ കുറിച്ച് വല്ലാണ്ടിട്ട് പൊക്കി പറയാണ് കേട്ടോ. എന്നാൽ ശരി, എനിക്ക് തിരക്കുണ്ട്, നിങ്ങൾ പോവുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും എന്ന് വെച്ചിട്ട് ഇപ്പോ നൈസ് ആയിട്ട് തന്നെ ലോർഡ് ഹാരിസ് ആരെ പറഞ്ഞേക്കാണ്? നമ്മുടെ ജെറാഡിനെ പറഞ്ഞേക്കാണ്. എന്നാൽ ജെറാഡ് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ ലോർഡ് ഹാരിസ് ആയിട്ട് വന്നത് മറ്റാരുമല്ല, അത് നമ്മുടെ എഡ്മണ്ട് തന്നെയാണ്. എല്ലാം എഡ്മണ്ടിന്റെ വ്യക്തമായ പദ്ധതി തന്നെയാണ്. അതായത് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തായാലും ആരാണ് എഡ്മണ്ട് പ്രഭു എന്ന് അന്വേഷിച്ച് ജെറാഡോ അല്ലെങ്കിൽ ഫെർണാഡോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഡഗ്ലസോ ആരെങ്കിലും ഒരാൾ വരുമെന്ന് അവന് നന്നായിട്ട് അറിയും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നേരത്തെ ഉണ്ടാക്കി വെച്ചത്. എന്തായാലും ഇതിനുശേഷം കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയിട്ട് എഡ്മണ്ട് ഇപ്പോൾ ആൻഡ്രിയ അതുപോലെ തന്നെ ഹൈഡി അവരോട് ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി, അതായത് ഹൈഡി ആൽബർട്ടിനെ പ്രണയിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്, അത് നല്ല രീതിയിൽ തന്നെ ആകണം. അതുപോലെ തന്നെ ആൻഡ്രി, നീ ആ ഒരു സ്റ്റെല്ലെ അവളെയും പ്രണയിച്ച് വശത്താക്കണം. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. ഓഫീസർ ജെറാഡിന്റെ മകളല്ല കേട്ടോ സ്റ്റെല്ല. അയാൾക്ക് പണ്ട് അവിഹിതം ഉണ്ടായിരുന്നില്ലേ വിക്ടോറിയ, ആ വിക്ടോറിയയുടെയും ക്യാപ്റ്റൻ ഡഗ്ലസിന്റെയും മകളാണ് സ്റ്റെല്ല. ആ സ്റ്റെല്ലയുമായിട്ടാണ് ആൻഡ്രിയ പ്രണയം അഭിനയിക്കുന്നത്. അത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. അതിനുള്ളിൽ എഡ്മണ്ടിന് ചെയ്തു തീർക്കാനായിട്ട് മറ്റെന്തൊക്കെയോ ചില ജോലികളുണ്ട്. ഇതേ സമയത്ത് തന്നെ ക്യാപ്റ്റൻ ഡഗ്ലസ് ഇയാൾ വലിയൊരു കപ്പൽ ഉണ്ടാക്കാനുള്ള വലിയൊരു പ്രൊജക്റ്റിലാണ്. അതിന്റെ പണി ഏകദേശം പൂർത്തിയാവാനായിട്ടുണ്ട്. അപ്പൊ അത് കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് ആര് ചെല്ലും? നമ്മുടെ ആൻഡ്രി ചെല്ലും. ശരിക്കും ചെല്ലുന്നത് ഈ സ്റ്റെല്ല ഉണ്ടല്ലോ അവളെ ഒന്ന് വളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എഡ്മണ്ട് ആണെങ്കിൽ ആ ഒരു ഫാദറിന്റെ വേഷം ധരിച്ചുകൊണ്ട് നേരെ ഒരാളത്തേക്ക് ചെല്ലുകയാണ്. ആരുടെ അടുത്തേക്കാ? ക്യാപ്റ്റൻ ഡഗ്ലസിന്റെ കൂടെ നിന്ന് അന്ന് എഡ്മണ്ടിനെ ചതിച്ച ആളുണ്ടല്ലോ അയാളെ തന്നെ. അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, നീ പണ്ട് ചെയ്ത ആ ഒരു പാപം ഉണ്ടല്ലോ, ആ പാപം തിരുത്താനായിട്ട് നിനക്കൊരു അവസരം വന്നിരിക്കുകയാണ്, അത് നീ ചെയ്തോ എന്ന് പറഞ്ഞ് അയാൾക്ക് ചില സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുകയാണ്. അതായത് വ്യക്തമായി എന്തോ ഒരു കാര്യം എഡ്മണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റൻ ഡഗ്ലസിന്റെയും വിക്ടോറിയയുടെയും മകൾ സ്റ്റെല്ല അവളുടെ 20ാമത്തെ വയസ്സിൽ നിന്ന് പൂർത്തിയാവാണ്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി വെച്ചിട്ടുണ്ട്. ആ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് ഇവരെല്ലാവരും വരുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ എഡ്മണ്ടിന്റെ വളർത്തുമകളായിട്ടുള്ള ഹൈഡി ഉണ്ട്. ഹൈഡി വന്ന പാട് തന്നെ ആൽബർട്ട് വന്ന് അവൾ കൂട്ടിക്കൊണ്ടുപോകണം. അവളോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്, നമ്മുടെ പ്രണയങ്ങാനും നിന്റെ അച്ഛൻ അറിഞ്ഞോ? ഇല്ല എന്ന് ഹൈഡി പറയണം. പക്കാ മണ്ടനാക്കുകയാണ് അവനെ. അതേ പരിപാടി തന്നെയാണ് ആൻഡ്രി ചെയ്യുന്നത്. വന്ന പാട് തന്നെ ബർത്ത്ഡേ ബേബി അവൾക്കൊരു വിഷയെല്ലാം കൊടുത്തിട്ട് അവളെ നന്നായിട്ട് സ്നേഹിക്കുന്നത് പോലെ ആൻഡ്രിയ അഭിനയിക്കുകയാണ്. ഇതേ നേരം ഒറ്റയ്ക്ക് നിൽക്കുന്ന
എഡ്മണ്ടിന്റെ അടുത്തേക്ക് ഇപ്പൊ മെർസിഡീസ് വരികയാണ്. അവള് ചോദിച്ചു നമുക്കൊരു ഡ്രിങ്ക്സ് കഴിച്ചാലോ ആന്ന് പറഞ്ഞിട്ട് എഡ്മണ്ട് ഇപ്പോൾ അവളുടെ കൂടെ പോവാണ്. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെർസിഡീസ് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് ഭാര്യയും കുഞ്ഞുങ്ങളൊന്നുമില്ലേ? ഇല്ല എന്ന് എഡ്മണ്ട് പറഞ്ഞു. ലോകം മുഴുവൻ ചുറ്റി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ ഒരാളാണ് ഞാൻ. എനിക്കും ഉണ്ടായിരുന്നു ഒരു പ്രണയിനി, പക്ഷേ ഞാൻ വരുന്നത് വരെ അവൾ എന്നെ കാത്തു നിന്നില്ല. അവള് മറ്റൊരു വിവാഹം കഴിച്ചു, അവൾ എന്നെ വിട്ടുപോയി. അപ്പൊ മെർസിഡീസ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, എന്നെങ്കിലും അവൾ നിന്റെ അടുത്തേക്ക് വന്നിട്ട് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ നീ ക്ഷമ കൊടുക്കുമെന്ന്. എഡ്മണ്ട് ചോദിക്കുകയാണ്, ഇതുവരെയായിട്ടും അവൾ എന്നോട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ന് പറയാം. ചിലപ്പോൾ മെർസിഡീസിന് എഡ്മണ്ടിനെ മനസ്സിലായിട്ടുണ്ടാവോ, അവൾ വെറുതെ അഭിനയിക്കുന്നതായിരിക്കും. എന്തായാലും നല്ല രീതിയിൽ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ബാഡ് ന്യൂസ് വരികയാണ്. എന്തായാലും അത് എഡ്മണ്ടിന്റെ പദ്ധതി തന്നെയായിരിക്കണം. എന്തായിരിക്കും ആ ഒരു ന്യൂസ്? ഇതറിയാൻ വേണ്ടി ഒരു ഇച്ചിരി നേരം കൂടെ നിങ്ങൾ കാത്തിരിക്കണം. സിനിമയുടെ ലെങ്ത് അല്പം കൂടി പോയതുകൊണ്ട് തന്നെ ഞാൻ 2 ഭാഗമായിട്ട് ഈ ഒരു സിനിമ എന്താ പറയുക കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1-2 മണിക്കൂർ അതിനുള്ളിൽ തന്നെ ഇതിന്റെ അടുത്ത ഭാഗം എന്തായാലും വരും. അപ്പൊ അതിനുവേണ്ടി നിങ്ങളൊന്ന് കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിന്റെ 2ാം ഭാഗത്തിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.